സാധാരണഗതിയിലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൂർണ്ണ ബഡ്ജറ്റ് അല്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ പാസ്സാക്കുക. മാർച്ചിൽ പാസ്സാക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റണ്ടിനാണ് ഇത് അവതരിപ്പിക്കുന്നതല്ലയോ അന്നേരം പറയുക. ഇതിപ്പോൾ അങ്ങനല്ല. നവംബർ മാസം 1-ാം തീയതി തൊട്ട് നടപ്പിലാവുമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇന്ന് കാര്യം നടപ്പിലാവും. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുമ്പോൾ അത് ആ സമയമാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ തന്നെ പറയും. നമ്മളല്ലേ, ഞാനും പത്രപ്രവർത്തകനാണെങ്കിൽ അത് പറയും, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രതിപക്ഷമാണെങ്കിൽ അത് പറയും. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഈ ഗവൺമെൻറ് ഇനിയും ചെയ്യേണ്ട സമയമുണ്ട് ഈ കാലാവധി. അപ്പോൾ ഈ കാലയളവിനകത്ത് അത് ചെയ്യാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും ഇത് കൃത്യമായി കൊണ്ടുപോകും. കേരളത്തിലെ ഈ സാമ്പത്തിക രംഗം ഈ ബുദ്ധിമുട്ടുകൾ കടയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ വലിയ തകർച്ചയിൽ നിന്ന് കടന്നു വന്ന് ഈ കാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എന്തായാലും നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഞങ്ങൾ ഇത് ചെയ്തത് ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്.